സൂപ്പർ ലീഗ് കേരള രണ്ടാം സീസണിന്റെ സെമി ഫൈനൽ പോരാട്ടങ്ങൾക്ക് വേദിയൊരുങ്ങി. നാളെ നടക്കുന്ന ആദ്യ സെമിയിൽ നിലവിലെ ചാമ്പ്യന്മാരായ കാലിക്കറ്റ് FC കണ്ണൂർ വാരിയേഴ്സ് FCയെ നേരിടും. ഡിസംബർ 15 നടക്കുന്ന രണ്ടാം സെമിയിൽ തൃശൂർ മാജിക് FC മലപ്പുറം FCയെയും നേരിടും. സൂപ്പർ ലീഗ് കേരളയുടെ സെമി ഫൈനൽ പോരാട്ടത്തിൽ കാലിക്കറ്റ് FC തങ്ങളുടെ സ്വന്തം തട്ടകമായ EMS കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ കണ്ണൂർ വാരിയേഴ്സ് FCയെ നേരിടും. ഡിസംബർ 15 നടക്കുന്ന രണ്ടാം സെമിയിൽ കരുത്തരായ തൃശൂർ മാജിക് FC മലപ്പുറം FCയുമായി തൃശൂർ കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ കൊമ്പുകോർക്കും. അടിസ്ഥാന സൗകര്യ വികസനത്തിനും ജനപങ്കാളിത്തത്തിനും പുറമെ ഡിജിറ്റൽ ലോകത്തും വൻ വിപ്ലവമാണ് സൂപ്പർ ലീഗ് കേരളയുടെ രണ്ടാം സീസൺ സൃഷ്ടിച്ചിരിക്കുന്നത്. കണ്ണൂരിലെ ജവഹർ മുനിസിപ്പൽ സ്റ്റേഡിയം, തൃശൂർ കോർപ്പറേഷൻ സ്റ്റേഡിയം എന്നീ രണ്ട് പുതിയ വേദികൾ കൂടി ഇത്തവണ സൂപ്പർ ലീഗ് കേരളം വെറും 10 മാസത്തിനുള്ളിൽ മത്സരങ്ങൾക്കായി സജ്ജമാക്കി. കൂടാതെ ചരിത്രമുറങ്ങുന്ന എറണാകുളം മഹാരാജാസ് കോളേജ് ഗ്രൗണ്ട് അത്യാധുനിക രീതിയിൽ നവീകരിക്കാനും മത്സരങ്ങൾ നടത്താനും SLK അധികൃതർക്ക് സാധിച്ചു. ഇതോടെ കേരളത്തിലുടനീളം 6 വേദികളിലായാണ് ലീഗ് മത്സരങ്ങൾ അഭിമാനകരമായി പൂർത്തിയാക്കിയത്. കേരളത്തിലെ 6 സ്റ്റേഡിയങ്ങളിലായി ഇതുവരെ 4,20,366 പേരാണ് സൂപ്പർ ലീഗ് കേരളയുടെ മത്സരങ്ങൾ നേരിട്ട് കാണാൻ ഗാലറിയിലെത്തിയത്. സ്റ്റേഡിയങ്ങൾക്ക് പുറമെ ലൈവ് സ്ട്രീമിംഗിലും റെക്കോർഡ് മുന്നേറ്റമാണ് സൂപ്പർ ലീഗ് നടത്തിയത്. ആദ്യ സീസണിനെ അപേക്ഷിച്ച് തത്സമയ സംരക്ഷണത്തിന്റെ കണക്കുകളിൽ വൻ വർധനവാണ് രണ്ടാം സീസണിൽ സൂപ്പർ ലീഗ് കേരളയ്ക്ക് നേടാനായത്. പുതിയ വേദികളുടെ വരവോടുകൂടി സൂപ്പർ ലീഗ് കേരളയ്ക്ക് വൻ സ്വീകാര്യതയാണ് രണ്ടാം സീസണിൽ ലഭിച്ചത്. മലയാളികൾ അവരുടെ സ്വന്തം ലീഗായി സൂപ്പർ ലീഗ് കേരളയെ ഏറ്റെടുക്കുകയും പ്രായഭേദമന്യേ സ്ത്രീജനങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാവരും സ്റ്റേഡിയങ്ങളിലേക്ക് ഒഴുകിയെത്തുകയും ചെയ്തു. ഓരോ മത്സരങ്ങളും അവർ ഉത്സവമായി മാറ്റിയതിൽ ഏറെ സന്തുഷ്ടരാണെന്ന് സൂപ്പർ ലീഗ് കേരള ഡയറക്ടർ ആൻഡ് CEO മാത്യു ജോസഫ് പറഞ്ഞു. 14th ഡിസംബറിലാണ് ഫസ്റ്റ് സെമി ഫൈനൽ. സെക്കൻഡ് സെമി ഫൈനൽ തൃശ്ശൂരിൽ വെച്ചിട്ട് 15-ാം തീയതിക്ക് 7:30 മണി കിക്ക് ഓഫ്. തൃശ്ശൂർ FC വേഴ്സസ് മലപ്പുറം FC ആണ്. ആൻഡ് ഫൈനൽസിൻ്റെ ഡേറ്റ് 19-ാം തീയതി ഡിസംബറാണ്. ബട്ട് 19-ാം തീയതി വെന്യൂ ഡിസൈഡ് ചെയ്തിട്ടില്ല. ഈ വിന്നേഴ്സിൻ്റെ മേളിലിരിക്കും എവിടെയാണ് നമ്മൾ ഫൈനൽസ് ഹോൾഡ് ചെയ്യാൻ പോകുന്നത്. അത് കണ്ണൂരായിരിക്കും, മലപ്പുറമായിരിക്കും, തൃശ്ശൂരായിരിക്കും, എവിടെ വേണമല്ലോ ആകാം. കേരളത്തിൽ ഫുട്ബോൾ വളർത്തുന്നതിനോടൊപ്പം ഫുട്ബോളായി ബന്ധപ്പെട്ട മറ്റു വ്യവസായങ്ങൾക്കും പുതുജീവൻ നൽകാൻ സൂപ്പർ ലീഗ് കേരളയ്ക്ക് സാധിച്ചു. ആരാധകരെ പോലെ ഞങ്ങളും വാശിയേറിയ സെമി ഫൈനൽ മത്സരങ്ങൾക്കായി കാത്തിരിക്കുകയാണെന്ന് സൂപ്പർ ലീഗ് കേരള മാനേജിംഗ് ഡയറക്ടർ ഫിറോസ് മീരാൻ പറഞ്ഞു. തത്സമയം സോണി 10-2-ലും ദൂരദർശനിലും sports.com-ലും ഇത് കാണാവുന്നതാണ്. ടിക്കറ്റ് ജീനിയിലാണ് ടിക്കറ്റ്സ് അവൈലബിൾ ഉള്ളത്. കേരള വിഷൻ ന്യൂസ്, കൊച്ചി.